രാഹുൽ കുറച്ചാളായി ഇവിടെ തുടങ്ങിയിട്ട് നിങ്ങളുടെ വീടുകളുടെയൊക്കെ പദ്ധതി എവിടെ വരെ എങ്ങനെയൊക്കെ നമ്മൾ യൂത്ത് കോൺഗ്രസ് പറഞ്ഞു യൂത്ത് കെയർ 50 വീടുകൾ എടുത്തു നൽകുന്ന ഒരു പരിപാടി, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 5 വീടുകൾ വൈകുന്നേരം 3 മണിയാകുമ്പം പ്രിയപ്പെട്ട വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷംഷാദ് മരക്കാർ കൈമാറുന്നുണ്ട്. ഇപ്പം ചെറുതും വലുതുമായ ശ്രമങ്ങളിലൂടെ നമ്മൾ ഈ നാട്ടിലോട്ട് പോവാണ്. അതിനിടയിൽ രാഹുൽ സമദ് നമ്മുടെ ഒപ്പം ഉണ്ട്. അക്ഷയ ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട ചില വിഷ്വലുകളുണ്ട്. ആ കയറിലൂടെ കടന്നു വന്ന ആളുകളിൽ ഒരാൾ ഇതാ സമദാണ്. അന്ന് മരുന്നുമായിട്ട് വന്നതാണ് അല്ലേ? മരുന്നുമായിട്ട് വന്നതാണ്. ഞങ്ങൾ പുഴയുടെ അക്കരയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഉടനെ ഫയർഫോഴ്സിൻ്റെ മേധാവി ഞങ്ങളോട് വന്ന് പറഞ്ഞു ഒരു മെഡിക്കൽ സംഘത്തെ അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഒന്നും ആലോചിച്ചില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ നേഴ്സും അതുപോലെ തന്നെ STCH ഗൂഡല്ലൂരിൽ നിന്ന് വന്ന ഒരു നേഴ്സ്, വനിതാ നേഴ്സ് സബീന എന്ന് പറഞ്ഞാൽ അവരും സിബിയും ഞങ്ങൾ ഒരു സംഘം, നൗഫൽ അടക്കം കൊണ്ടൊരു സംഘം വരാൻ വേണ്ടിയിട്ട് മുഴുവൻ കാര്യങ്ങളും ഫയർഫോഴ്സിൻ്റെ ആളുകൾ ചെയ്തു തന്നു. ഞങ്ങൾ വടത്തിലൂടെ ഇങ്ങോട്ട് കടക്കാൻ സാധിക്കും, കുത്തൊഴുകിയുള്ള പുഴയാണ്, നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നൊക്കെ നഴ്സിനോട് ചോദിച്ചപ്പോഴും പക്ഷേ ധൈര്യസമയത്ത് ഞങ്ങൾ ആദ്യം മരുന്ന് ഇവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തു. കൂടെ ഏറ്റവും പറയേണ്ട മാലാഖയെ പോലെ വന്ന ഒരു ഡോക്ടർ മിംസിലെ, കോഴിക്കോട് മിംസിലെ എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ലുവീന മുഹമ്മദ് എന്ന് പറഞ്ഞ് അവരും ഒരു സ്ത്രീയായിട്ട് പോലും അത്ര ധൈര്യം കാണിച്ചിട്ടാണ് എന്ത് ചെയ്ത് ഞങ്ങളെ കൂടെ മെഡിക്കൽ സംഘത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് കടക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ചെയ്തു. ഒരു ദിവസത്തിന്റെ ഇന്നിപ്പോൾ ഒരു തെരച്ചിൽ കൂടി നടത്തുകയാണ്. ഞങ്ങൾ 13 ദിവസമായിട്ട് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റുകാടിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ 13 ദിവസമായിട്ട് ഇവിടെ 50-60 ആളുകൾ തെരച്ചിലിന് വേണ്ടി മാത്രവും ബാക്കിയുള്ള മുഴുവൻ ആളുകളും മറ്റ് ക്യാമ്പുകളിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കൂടെയുണ്ട്. അതിലൂടെ തന്നെ മുസ്ലിം ലീഗ് വലിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളൊപ്പം ഉണ്ടാവും. ഈ തെരച്ചിലുമായിട്ട് മുന്നോട്ട് പോകും. ഈ തെരച്ചിൽ സർക്കാർ സമാപിക്കുന്നത് എന്നാണോ അന്ന് വരെ വലിയൊരു ആശ്വാസം നൽകി. പക്ഷേ സമത് ഇത് തുടരുന്നു എന്ന് പറയുമ്പോൾ സംശാദ് എന്നാണ്, എത്ര ദിവസം തെരച്ചിൽ? നിങ്ങളെ തെരച്ചിൽ ഇന്നത്തോടുകൂടി അവസാനിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളങ്ങനെ ഒരു പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം നമുക്ക് 100-135 ആളുകൾ നിലവിൽ കാണാനില്ല എന്നുള്ള ലിസ്റ്റ് നമ്മൾ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളുടെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് തെരച്ചിലിൻ്റെ ഇത്. അതിൽ തന്നെ നമ്മൾ DNA ടെസ്റ്റ് എടുക്കുകയും അൺഐഡൻറ്റിഫൈഡ് ബോഡി പാർട്സും നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 135 എന്ന് പറയുന്ന എണ്ണം കുറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 135 തന്നെ ഈ എണ്ണം നിൽക്കാനും സാധ്യതയുണ്ട്. സംശയം നമ്മളിപ്പോൾ താഴെ ചൂരൽമലയിൽ, പാലത്തിനപ്പുറത്ത് ചൂരൽമലയിൽ, മുകളിൽ പുഞ്ചിരിവട്ടത്ത് അതിൻ്റെ താഴെ മുണ്ടൊക്കെ അങ്ങാടിയിലൊക്കെ മനുഷ്യരെ കാണുമ്പോൾ അവരവരുടെ വീടുകളിൽ വന്നിട്ട് നോക്കുമ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ട് ആ പഴയ അവശിഷ്ടങ്ങളിലേക്ക് വന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യരെ കാണുന്നത്. സംശയത്തിന് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കിനി കൂടുതൽ കുറച്ചുകൂടി ഇവരെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇവരെല്ലാ തരത്തിലും നമ്മൾ ഇവരെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അത് കേവലം ഒരു ചെറിയ വീടോ കുറച്ച് സ്ഥലമോ കൊടുക്കുക എന്നല്ല. ഇപ്പോൾ വീട് കൊടുക്കണം, സ്ഥലം കൊടുക്കണം. അവർക്ക് വലിയ ബാധ്യതകളുള്ള ആളുകളാണ്, സാധാരണക്കാരാണ്. ഇവിടെ വലിയ സാമ്പത്തിക ബാധ്യത ബാങ്കിൽ നിന്നും മറ്റും എടുത്തവരൊക്കെ ഉണ്ട്. ആ ബാധ്യതയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അവർക്ക് ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്ന ചൂരൽമല പാലത്തിൻ്റെ ഒരു ബേക്കറി കാണാം. അത് 4 ദിവസം മുമ്പാണ് തുടങ്ങുന്നത്. നമ്മളെ ഉരുൾപൊട്ടൽ അത് പോയി. അദ്ദേഹത്തിൻ്റെ